2022 ലോകകപ്പ് ഫൈനലിൽ അർജന്റീന ഫ്രാൻസിനെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ കീഴടക്കിയപ്പോൾ രോമാഞ്ചം കൊണ്ടവരാണ് നമ്മളിൽ പലരും. പെനാൽറ്റിയല്ലേ, അത് വെറും ഭാഗ്യമാണെന്ന് പറഞ്ഞ് തള്ളിയവരുമുണ്ട്. അങ്ങനെ എത്ര നല്ല നിമിഷങ്ങളാണ് പെനാൽറ്റി ഷൂട്ടൗട്ടുകൾ നമുക്ക് നൽകിയിരിക്കുന്നത്. എന്നാൽ പെനാൽറ്റിക്ക് കെടുക്കുന്നതും അത് സ്കോർ ചെയ്യുന്നതും ഒരു ഭാഗ്യപരീക്ഷണമല്ല എന്നാണ് പുതിയ പഠനം പറയുന്നത്. നോർവീജിയൻ സ്കൂൾ ഓഫ് സ്പോർട്സ് സയൻസിലെ അധ്യാപകനും റിസർച്ചറുമായ ഗെയർ ജോഡിറ്റാണ് ഈ പഠനം നടത്തിയത്. 700-ലധികം പെനാൽറ്റി കിക്കുകൾ പരിശോധിച്ചും അതുപോലെ തന്നെ നിരവധി കളിക്കാരുടെ അഭിമുഖം നടത്തിയും ആണ് അദ്ദേഹം പഠനം നടത്തിയത്. പെനാൽറ്റി കിക്കുകൾ വിജയകരമായി കൺവേർട്ട് ചെയ്യുന്നതിൽ കിക്ക് എടുക്കുന്ന കളിക്കാരൻ്റെയും വലകാക്കുന്ന ഗോൾ കീപ്പറുടെയും മാനസികാവസ്ഥ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പഠനം തെളിയിക്കുന്നു. റഫറി വിസിൽ മുഴക്കിയുടൻ തന്നെ കിക്ക് എടുക്കാൻ തിരക്കിടുന്ന പ്ലെയർ ആ അവസരം നഷ്ടമാക്കാനാണ് കൂടുതൽ സാധ്യത. അതിന് ഉദാഹരണമായി പറയുന്നത് ഇംഗ്ലീഷ് സ്ട്രൈക്കർ ഐവൻ ടോണിയെയാണ്. 41 പെനാൽറ്റി കിക്കുകൾ കരിയറിൽ എടുത്തിട്ടുള്ള താരം 2 എണ്ണം മാത്രമാണ് നഷ്ടപ്പെടുത്തിയത്. നല്ല ആത്മവിശ്വാസത്തോടെ ഗോളിലേക്ക് നോക്കി കിക്കെടുക്കുന്ന പ്ലെയർ അത് ലക്ഷ്യത്തിലെത്തിക്കാനാണ് സാധ്യത. ഷൂട്ടൗട്ട് നടക്കുമ്പോൾ ഉണ്ടാകുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. എതിർ ഗോൾ കീപ്പറുടെ മുഖത്ത് നോക്കാൻ മടിച്ച് പുറംതിരിഞ്ഞ് നടക്കുന്ന താരങ്ങൾ പെനാൽറ്റി പാഴാക്കുവാനാണ് സാധ്യത. അതുപോലെ തന്നെ ഒരു ടീം ഗോൾ നേടുമ്പോഴുള്ള അവരുടെ ആഘോഷം, അതിൻ്റെ ആ ഒരു എനർജി അവരുടെ വിജയസാധ്യത വർദ്ധിപ്പിക്കുന്നു. മൈൻഡ് ഗെയിമുകൾക്ക് അന്യമല്ല ഫുട്ബോൾ പിച്ച്. നെതർലാൻഡ് ഫ്രാൻസ് ടീമുകൾക്കെതിരായ മത്സരങ്ങളിൽ കിക്കെടുക്കാൻ വരുന്ന താരത്തിൻ്റെ ആത്മവിശ്വാസം കെടുത്താൻ ശ്രമിക്കുന്ന അർജന്റീന ഗോൾ കീപ്പർ എമി മാർട്ടിനസിനെ ഏവർക്കും ഓർമ്മയുണ്ടാകും. സമാനമായ സൈക്കോളജിക്കൽ തന്ത്രങ്ങൾ ഷൂട്ടൗട്ടിനെ ബാധിക്കുമെന്നാണ് ജോഡിറ്റ് പറയുന്നത്. ലോകകപ്പിന് ശേഷം ഫിഫ ഷൂട്ടൗട്ട് സമയത്തെ ഗോൾ കീപ്പറുടെ പെരുമാറ്റത്തിൽ പുതിയ നിയമം കൊണ്ടുവരികയും ചെയ്തിരുന്നു.